Hello everyone, welcome to Hybrid Campus. This is our Commerce faculty Gopika. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ MSU തേർഡ് സെമ്മിലെ കമ്പനി ലോ എന്നുള്ള സബ്ജക്റ്റാണ്. സോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സോ അതിൻ്റെ ലീഗാലിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. എന്താണ് കമ്പനി, കമ്പനിയിൽ വരുന്ന ലോസ്, അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പനീസ് എന്നുള്ള രണ്ട് ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പനി എന്നുള്ള അമാൽഗമേറ്റഡ് ഫോം വന്നിട്ടുള്ളത്. കം മീൻസ് വിത്ത്, ടുഗദർ എന്നൊക്കെ മീൻ ചെയ്യുന്നതും പെയിൻസ് മീൻസ് ബ്രെഡ്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടുക്ക് ദെയർ മീൽസ് ടുഗദർ എന്നാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള മീനിങ് വരുന്നതാണ് കമ്പനീസ്. അതിൻ്റെ ലീഗാലിറ്റി വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അവരെന്ത് കിട്ടിയ പ്രോഫിറ്റ് ആണെങ്കിലും ഷെയർ ചെയ്യുന്നു, എല്ലാവരും ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി കൊണ്ടുവരുന്നതാണ് കമ്പനീസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. സോ പെയിൻസ് എന്നുള്ള രണ്ട് ലാറ്റിൻ വേർഡിൽ നിന്ന് അമാൽഗമേറ്റ് ചെയ്ത് വന്നതാണ് കമ്പനി എന്നുള്ള വേർഡ് കേട്ടോ. സോ ലീഗൽ സെൻസിൽ നമുക്ക് പറയുകയാണെങ്കിൽ കമ്പനി അസോസിയേറ്റ് വിത്ത് ബോത്ത് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ നമ്മൾ എപ്പോഴും കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് കാണും. അതൊരു പേഴ്സൺ തന്നെയാണ്, ഒരു ലീഗാലിറ്റി ഉള്ള പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമ്മൾ കമ്പനീനെ കാണുന്നത്. സോ നമ്മുടെ കമ്പനി ആക്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ടിൽ ആണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. കറൻ്റ്ലി നമുക്കുള്ള കമ്പനി ആക്ട് പറയുന്നത് കമ്പനി ആക്ട് 2013 ആണ്. 1956 ആക്ട് റീഫോം ചെയ്ത് വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വന്നതാണ് 2013 ആക്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ എന്തൊക്കെ നമ്മൾ നോക്കിയത്? പെയിൻസ് എന്നുള്ള രണ്ട് ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പനി ഫോം ചെയ്തിട്ടുള്ളത്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കറൻ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 ഉള്ള ആക്ട് ആണ്. 1956 ആക്ട് റീപ്ലേസ് ചെയ്ത് വന്നതാണ് അത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നമുക്കറിയാം കമ്പനി എന്താണ്, ഒരു ലീഗൽ എൻറ്റിറ്റി ആണ് അല്ലേ. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ രണ്ടോ അതിലധികം വ്യക്തികളോ ഒന്നിച്ച് ചേർന്ന് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് കൊമേഴ്ഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്താൽ അതിനെന്ത് പറയാം, നമുക്കൊരു കമ്പനി അറിയാം. രണ്ടോ അതിലധികമോ വ്യക്തികൾ ഗ്രൂപ്പായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്താൽ അതാണ് കമ്പനി പറയുന്നത്. ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രിയേറ്റഡ് ബൈ ലോയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നമുക്ക് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതായത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സും കമ്പനി തമ്മിൽ സെപ്പറേഷൻ ഉണ്ട്. അവരൊന്നല്ല രണ്ടായിട്ട് തന്നെ കാണുന്നുണ്ട്. ആൻഡ് ആൾസോ പെർപ്പച്വൽ സക്സഷൻ. പെർപ്പച്വൽ സക്സഷൻ പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, അത് പെട്ടെന്ന് നിൽക്കില്ല, ഒരു കണ്ടിന്യൂറ്റിയാണ് അവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ആസ് എ കോമൺ സീൽ, ഒരു കോമൺ സീലും ഉണ്ടായിരിക്കും. ആൻഡ് ആൾസോ ലിമിറ്റഡ് ലാബിലിറ്റി, നമ്മൾ എത്രയാണോ ഷെയർ ഇട്ടത് അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് എത്രയാണോ ആ കമ്പനിക്ക് നിക്ഷേപിച്ചത് അത്ര ലാബിലിറ്റി നമുക്ക് വരുള്ളൂ കേട്ടോ. ആൻഡ് ആൾസോ കമ്പനി ഒരു വളണ്ടറി അസോസിയേഷൻ ആണ്, അല്ലെങ്കിൽ വളണ്ടറി ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ അനുസരിച്ച്. പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് അതിൽ എന്തായിരിക്കാം, മെമ്പർ ആയിരിക്കാം. പ്രൈവറ്റ് കമ്പനിക്ക് അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ പറയുന്നുണ്ട് എന്താണ് പബ്ലിക് കമ്പനി, എന്താണ് പ്രൈവറ്റ് കമ്പനി എന്നിട്ടോ. ഓക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, ഒരു കോമൺ സീൽ ഉണ്ട്, ആൾസോ ലിമിറ്റഡ് ലാബിലിറ്റി. ഇതാണ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഇത് എഴുതാം, നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് കമ്പനിയാണ്. സോ ഡെഫിനിഷൻ ഓഫ് കമ്പനി ഇങ്ങനെയാണ് വരുന്നത്. കമ്പനി ഈസ് എ ലീഗൽ എൻറ്റിറ്റി ഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ക്യാരി ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് തന്നെ മനസ്സിലാവും എന്താ കമ്പനി എന്നുള്ളത്. സോ കമ്പനി എന്താണ്, ഒരു ലീഗൽ എൻറ്റിറ്റി ആണ് അല്ലേ. ലീഗലായി നമ്മൾ ഫോം ചെയ്ത് അല്ലെങ്കിൽ ലോഫുള്ളി ഫോം ചെയ്യുന്നതാണ് കമ്പനി. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികൾ എന്താണ് ക്യാരി ഔട്ട് ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, ഒരു കമ്പനി എന്ന് പറയാം. ഓക്കെ, കമ്പനിക്ക് എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കമ്പനിയും തമ്മിൽ സെപ്പറേറ്റ് ആണ്, അതൊന്നല്ല അത് രണ്ടാണ്. ഓക്കെ, ആൻഡ് അവരുടെ അസറ്റ്സ് ആണെങ്കിലും ലാബിലിറ്റീസ് ആണെങ്കിലും കോൺട്രാക്ട് ഡിപ്പെൻഡഡ് ആണ്. കമ്പനിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും, അതിനനുസരിച്ചാണ് അത് ഇൻഡിപെൻഡൻ്റ്ലി ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കമ്പനി എൻജോയ് ചെയ്യുന്ന മെയിൻ റേറ്റ്സ് ആണ് ഒരു പെർപ്പച്വൽ സക്സഷൻ ആണ്. സോ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മീനിങ് ടു കണ്ടിന്യൂ, അതിൻ്റെ സ്റ്റോപ്പ് ഇല്ല, നമ്മൾ കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ് ഒരു കമ്പനി എന്ന് പറയാം. ഓണേഴ്സ് മാറിയാലും ഷെയർ ഹോൾഡേഴ്സ് മാറിയാലും ഇനി അവർക്ക് ഡെത്ത് സംഭവിച്ചാലും എന്താണ്, കമ്പനിയിൽ ചേഞ്ച് വരില്ല, കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറുന്നു, വേറെ വ്യക്തികൾ വരുന്നു, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മാറുന്നു, വേറെ വ്യക്തികൾ വരുന്നു എന്നല്ലാതെ കമ്പനിയുടെ എക്സിസ്റ്റൻസിന്, നിലനിൽപ്പിന് അത് ബാധകമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കീ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനിയാണ്.
ഇത്രയും പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രാവശ്യം ഒരുപാട് ടേംസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ നമ്മൾ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതുന്നത്. ഈ ഫീച്ചേഴ്സ് വെച്ചിട്ടും കമ്പനി എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറയാൻ പോകുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മുതൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറയുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്താ, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓണേഴ്സും കമ്പനിയും തമ്മിൽ ഡിഫറെൻ്റ് ആണ്, അത് ഒന്നല്ല. കമ്പനിക്ക് അവരെ പേരിലും അല്ലെങ്കിൽ കമ്പനിക്ക് സ്വയമേ കമ്പനിക്ക് വേറൊരു വ്യക്തികളുടെ മേലും കേസ് കൊടുക്കാം. കമ്പനി ഒരു പേഴ്സണാണ്, അപ്പോൾ പേഴ്സണ് വേറെ ആളുടെ പേരിലോ വേറെ കമ്പനിയുടെ പേരിലോ കമ്പനിക്ക് തിരിച്ചും വേറൊരു വ്യക്തി കമ്പനീനെ വേണമെങ്കിൽ കേസ് കൊടുക്കാം. ആ കേസൊന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ബാധിക്കില്ല, കമ്പനീനെ ബാധിക്കുള്ളൂ. അപ്പോൾ കമ്പനിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും വേറെയാണ് പറയുന്നതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിക്ക് കമ്പനിയുടേതായിട്ട് സെപ്പറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വരുന്ന പോയിന്റാണ് ലിമിറ്റഡ് ലാബിലിറ്റി. ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ളൂ. അവർ എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്തത്, നമുക്കൊരു സബ്സ്ക്രൈബ്ഡ് എമൗണ്ട് ഉണ്ടായിരിക്കും, ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ഹോൾഡർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയാണോ അവർ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത്ര അവർക്ക് ലാബിലിറ്റി വരുള്ളൂ. അതിൻ്റെ കൂടുതലോ കുറവോ ലാബിലിറ്റി അവർക്ക് വരില്ല. അവർ എത്ര എമൗണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ലാബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കമ്പനി ലാഭത്തിനാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും എത്രയും ആ ലാബിലിറ്റി അവർ പേ ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ആ ലാബിലിറ്റി അവരുടെ മേലിൽ ഉണ്ടാവുമായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, സെക്കൻഡ് പോയിന്റ് ലിമിറ്റഡ് ലാബിലിറ്റി. തേർഡ് പോയിന്റ് വരുന്നത് പെർപച്വൽ സക്സഷൻ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ പെർപച്വൽ സക്സഷൻ. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയണ്ടായിരിക്കും. പെർപച്വൽ സക്സഷൻ ഒന്നുകൂടി പറയാൻ നമുക്ക് ഒരു എക്സിസ്റ്റൻസ് ആണ്, കമ്പനിയുടെ നിലനിൽപ്പാണ്. കമ്പനിയുടെ ഓണർഷിപ്പിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡെത്തിൽ കമ്പനിയുടെ എന്ത് ആവശ്യം വന്നാലും കമ്പനിക്ക് കമ്പനിയുടേതായിട്ട് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, അത് ബാധിക്കില്ല. ഷെയർ ഹോൾഡേഴ്സ് മാറിയാലും കമ്പനിയുടെ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറി, ഓണേഴ്സ് മാറി, ഷെയർ ഹോൾഡേഴ്സ് മാറി, മെമ്പേഴ്സ് മാറി, എന്ത് മാറിയാലും കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കമ്പനിക്ക് ഒരു ലോങ് ടേം എക്സിസ്റ്റൻസ് ആണ് പറയുന്നത്. കമ്പനി ഒരിക്കലും ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ചെറിയ കാലയളവിൽ തുടങ്ങുന്നതല്ല. നമ്മൾ കമ്പനി തുടങ്ങിയപ്പോൾ എന്താ ഒരു ലോങ് ടേം പീരീഡ് അല്ലെങ്കിൽ ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടാവണം എന്ന രീതിയിൽ തന്നെ നമ്മൾ കമ്പനി തുടങ്ങണം. സോ കമ്പനിക്ക് എന്തുണ്ട്, ഒരു ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് പറയുന്നത് നമുക്ക് നമ്മുടെ ഷെയർ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പബ്ലിക് കമ്പനിയുടെ കേസിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ട്രാൻസ്ഫറബിലിറ്റി അത്ര ചെയ്യാൻ പറ്റില്ല, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പബ്ലിക് കമ്പനി ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേറെ ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഷെയർ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മുടെ ഫോർത്ത് പോയിന്റ് ആണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. പിന്നെ വരുന്നതാണ് കോമൺ സെയിൽ. കോമൺ സെയിൽ കമ്പനിക്ക് എല്ലാവർക്കും ഒരു കോമൺ സെയിൽ ഉണ്ടായിരിക്കും. ആ കോമൺ സെയിൽ അധികം സിഗ്നേച്ചറായിട്ട് വരെ കമ്പനി യൂസ് ചെയ്യാറുണ്ട്. കമ്പനിയുടെ ലീഗൽ ഫോർമാറ്റിലേക്ക് ഒരു സിഗ്നേച്ചറായിട്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്, ഈ കോമൺ സെയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാ കമ്പനിയും ഒരു കോമൺ സെയിൽ ഉണ്ടായിരിക്കും, നിർബന്ധമല്ല, പക്ഷേ കോമൺ സെയിൽ എല്ലാ കമ്പനിക്കും ഉണ്ടാവാറുണ്ട്. നമുക്ക് ലോഗോ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കോമൺ സെയിൽ ഉണ്ടായിരിക്കും. അത്രയൊക്കെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലാബിലിറ്റി, പെർപച്വൽ സക്സഷൻ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, കോമൺ സെയിൽ. ഇത് വെച്ചിട്ടും കമ്പനി എന്താന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാമല്ലോ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് കമ്പനിയെ കാണുന്നുണ്ട്, കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ക്രിയേറ്റഡ് ബൈ ലോ ആണ്, ആൻഡ് എന്താ പെർപച്വൽ സക്സഷൻ ഉണ്ട്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്, ലിമിറ്റഡ് ലാബിലിറ്റി ആണ്, ആൻഡ് ഇറ്റ്സ് ആൾസോ എ കോമൺ സെയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയി പറയാനുള്ളത്. ഇനി ടൈപ്സ് ഓഫ് കമ്പനിയാണ് നമുക്ക് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് കമ്പനി നമ്മൾ രണ്ട് ടൈപ്പായിട്ട് പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ കമ്പനീസ് ആക്ട് 2030, ബേസ്ഡ് ഓൺ സൈസ്. കമ്പനിയുടെ സൈസ് അനുസരിച്ചും ഈ ആക്ട് പ്രകാരം വന്ന ഡിഫറൻസ് അല്ലെങ്കിൽ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് ആണ് ബേസ്ഡ് ഓൺ കമ്പനീസ് ആക്ട് 2030. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രൈവറ്റ് കമ്പനി. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൈവറ്റ് കമ്പനി, നമുക്ക് കുറേ ഒരു പ്രൈവറ്റ് കമ്പനി നമുക്ക് കേൾക്കുന്നതാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് കമ്പനി വിത്ത് ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സ്. ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുള്ളൂ. അതിൽ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം വരുന്ന നമ്പേഴ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് പറയുന്നത് 200 ആണ്. 200ന് മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് പ്രൈവറ്റ് കമ്പനി അലോ ചെയ്യില്ല. അവരുടെ മാക്സിമം ലിമിറ്റ് എത്രയാണ്, 200 ആണ്. സോ ഈ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അധികം അവർക്ക് അറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അധികം ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സിനൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്, 200 പേരെ അതിൽ ഇൻക്ലൂഡഡ് ആവുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് അവരുടെ ലീഗാലിറ്റി ഒക്കെ വരുന്നത്. പിന്നെ അതിൽ പറയാനുള്ളത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുക്കാറുണ്ട്. നമുക്കറിയുന്ന കുറേ പ്രൈവറ്റ് കമ്പനി നോക്കി നമുക്കറിയാം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. സോ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നൽകണം. പിന്നെ വരുന്നത് പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി പറയുന്നത് കമ്പനി ഓഫർ ചെയ്യും നമ്മുടെ പൊതുജനങ്ങൾക്ക്, ജനറൽ പബ്ലിക്കിന് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു
ചാൻസ് ഉണ്ട് അവിടെ. അവരിങ്ങനെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് എമൗണ്ട് റേസ് ചെയ്യുക. അപ്പം നമുക്ക് അവരുടെ ഷെയർ ഹോൾഡേഴ്സായി ഓരോ ഷെയർ വാങ്ങിയിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആവുകയാണ് ചെയ്യുക. ഇതിൽ ലിമിറ്റ് ഇല്ല നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്. അവർക്ക് റേസ് അപ്പ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ആയി കഴിഞ്ഞാൽ അവരെ ഷെയർ ഹോൾഡേഴ്സിനെ നിർത്തലാണ്, കംപ്ലീറ്റ് ആയി എന്ന രീതിയിൽ അറിയിക്കലാണ് ചെയ്യാറ്. സോ യൂഷ്വലി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെയാണ് പബ്ലിക് കമ്പനീസ് അവരുടെ ഷെയർ വിൽക്കാറുള്ളത്, അല്ലെങ്കിൽ അവിടെ നിന്നായിരിക്കും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാറ്. ഓക്കെ, ഇപ്പോൾ പബ്ലിക് കമ്പനിക്ക് എന്താണ് ലിമിറ്റഡ് ഓഫ് നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് ഇല്ല, അവർക്ക് നമ്മൾ അവരുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ വരുന്നതാണ് OPC. OPC എന്ന് പറയുന്നത് 1 person കമ്പനിയാണ്. 1 person, ആ പേര് തന്നെ ഉണ്ട്, ഒരൊറ്റ വ്യക്തിയിൽ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെയാണ് 1 person കമ്പനി. അവർക്ക് അവരുടെ വരുന്ന ലാഭം നഷ്ടം എല്ലാം ആർക്കാണ്? ഈ 1 person കമ്പനിയിൽ അയാളിൽ മാത്രമാണ് ആ ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കുക. ഓക്കെ, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്ന കമ്പനി നമുക്ക് 1 person കമ്പനി എന്ന് പറയാം. പിന്നെ വരുന്നതാണ് ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനി. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ലിമിറ്റഡ് ലാബിലിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ലിമിറ്റഡ് ലാബിലിറ്റി മാത്രം നൽകുന്ന, അൺലിമിറ്റഡ് ലാബിലിറ്റി വരുന്ന കമ്പനീസ് ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് ലാബിലിറ്റി മാത്രം നൽകുന്ന കമ്പനിയാണ് LLC, ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനി. അപ്പോൾ ബേസ്ഡ് ഓൺ കമ്പനീസ് ആക്ട് 2013 നമുക്ക് 4 ക്ലാസിഫിക്കേഷൻ ഉള്ളത്: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, OPC, LLC. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബേസ്ഡ് ഓൺ സൈസ്, കമ്പനിയുടെ സൈസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ നമുക്ക് ഒരു ഷോർട്ട് വേർഡായി പറയുകയാണെങ്കിൽ MSME, MSMEs പറയും. അതിനെ മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസ്, അതാണ് നമ്മുടെ ബേസ്ഡ് ഓൺ സൈസിൽ വരിക. അപ്പോൾ മൈക്രോ എന്തായിരിക്കും? മൈക്രോ എന്ന് പറയുന്നത് ചെറുകിട ഈ കുടിൽ വ്യവസായം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒരു മൈക്രോ കമ്പനീസിൽ വരുന്നതാണ്. അവർ പറയുക അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്യുപ്മെന്റ് ഒക്കെ വാങ്ങുന്നത് അപ് ടു 1 crore, 1 കോടി വരെ ഉള്ള മുടക്കുമുതൽ വെച്ച് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? മൈക്രോ കമ്പനീസ് ആണ്. അവരുടെ ടേൺ ഓവർ അപ് ടു 5 crore വരെ വരാൻ പാടുള്ളൂ. അതിന് നമുക്ക് മൈക്രോ കമ്പനീസ് എന്ന് പറയും. പിന്നെ വരുന്നത് സ്മാൾ കമ്പനീസ് ആണ്. മൈക്രോ കമ്പനീസിനെക്കാളും കുറച്ചും കൂടി ഹൈ ആയിരിക്കും, പക്ഷേ സ്മാളർ കമ്പനീസ് ആയിരിക്കും. ഈ കുടിൽ വ്യവസായത്തിന് കുറച്ചും കൂടി ഉയർന്ന കമ്പനിയായി, പക്ഷെ അത് വലിയ കമ്പനി ആയിട്ടില്ല, അതിനാണ് സ്മാൾ കമ്പനീസ് പറയും. ഈ സ്മാൾ കമ്പനീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് 1 കോടി മുതൽ 10 കോടി വരെ, എബവ് 1 crore to 10 crore വരെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്യുപ്മെന്റിനൊക്കെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തായി? സ്മാൾ കമ്പനിയായി. അവർ ആനുവൽ ടേൺ ഓവർ വരുന്നത് 5 crore to 15 crore വരെയുള്ള 5 കോടി മുതൽ 50 കോടി വരെ ഉള്ളതൊക്കെ സ്മാൾ കമ്പനീസിന്റെ അണ്ടറിലാണ് വരാറ്. പിന്നെ വരുന്നത് മീഡിയം കമ്പനീസ് ആണ്. സ്മാളിൽ നിന്ന് കുറച്ചും കൂടി ഹൈ ഉള്ള ലാർജർ കമ്പനീസ് ആണ്, പക്ഷെ അതൊരു കോർപ്പറേഷൻ ആയിട്ടുണ്ടാവില്ല, ബിഗ് കോർപ്പറേറ്റ് MNC ഒന്നും ആയിട്ടുണ്ടാവില്ല, ഒരു കോർപ്പറേഷൻ ആയിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ്, നമ്മുടെ സ്മാളിനനുസരിച്ച് കുറച്ചും കൂടി ബിഗർ സൈസ് ആയിരിക്കും. അതാണ് മീഡിയം കമ്പനീസ് എന്ന് പറയുന്നത്. മീഡിയം കമ്പനീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10 crore അപ് ടു 50 crore, 10 കോടി ടു 50 കോടി വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അതെന്താണ്? മീഡിയം കമ്പനീസിന്റെ അണ്ടറിൽ വരും കേട്ടോ. അവർ ആനുവൽ ടേൺ ഓവർ പറയുന്നത് എബോവ് 15 crore ടു 250 crore, 50 കോടി മുതൽ 150 കോടി വരെ വരുന്നത് ഏതാണ്? മീഡിയം കമ്പനീസ് ആണ്. ഇതിന്റെ ഹയർ റേഞ്ച് ആണ് നമുക്ക് MNCs എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് ബേസ്ഡ് ഓൺ സൈസിൽ ഏതാണ് വരുന്നത്? മൈക്രോ, സ്മാൾ, മീഡിയം. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്സും പറഞ്ഞു കേട്ടോ. നമ്മൾ 2 ടൈപ്പാണ് പറഞ്ഞത്. ഒന്ന് ബേസ്ഡ് ഓൺ കമ്പനീസ് ആക്ട് 2013, ബേസ്ഡ് ഓൺ സൈസ്. ഇനി നമുക്കൊരു ലോ നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്ന ലോ പറയുന്നത് കോർപ്പറേറ്റ് വെയിലാണ്. കോർപ്പറേറ്റ് വെയിൽ എന്ന മീൻ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു കർട്ടൻ എന്നൊക്കെ നമുക്ക് മീൻ ചെയ്യാം വെയിലിന്. ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ഐഡന്റിറ്റിനെ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് പറയാം? കോർപ്പറേറ്റ് വെയിൽ. അവർ രണ്ടാളും ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനി, അവരുടെ ഇടയിലൊക്കെ ഒരു മതിൽ അല്ലെങ്കിൽ ഒരു ഷീൽഡ്, ഒരു കർട്ടനൊക്കെ എന്ത് പറയാം? കോർപ്പറേറ്റ് വെയിൽ അറിയാം. ഈ കോർപ്പറേറ്റ് വെയിൽ ഒരു ഷീൽഡ് ആയിട്ടാണ് അവർക്ക് പ്രവർത്തിക്കുന്നത്. കമ്പനിയിൽ വരുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് വരുന്ന ലാബിലിറ്റീസ് ഒന്നും ആരെ എഫക്ട് ചെയ്യില്ല? അടുത്ത മെമ്പേഴ്സിനെ എഫക്ട് ചെയ്യില്ല. അപ്പൊ എന്താണ്? ഒരു പ്രൊട്ടക്ഷൻ ആണ് അല്ലേ? കമ്പനിക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എന്ത് പറയാം? കോർപ്പറേറ്റ് വെയിൽ അറിയാം. അവർക്ക് എന്ന ഡെപ്റ്റ് ആണെങ്കിലും കമ്പനിക്ക് എതിരെ വരുന്ന ലോയിൽ വരുന്ന കോൺട്രവേഴ്സീസ്, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതൊന്നും മെമ്പേഴ്സിനെ എഫക്ട് ചെയ്യില്ല. അവർക്കൊരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആയിട്ട് അവിടെ നിൽക്കാം. അവർ വ്യക്തികളാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിലും കമ്പനിക്ക് വരുന്ന കേസ് കമ്പനിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ഈ വ്യക്തികളെ ബാധിക്കാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ട് ആണ് കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ എന്താണ്, കമ്പനിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ മെമ്പേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഷീൽഡ്, ഒരു കേർട്ടൺ നമുക്ക് എന്ത് പറയാം, കോർപ്പറേറ്റ് വെയിൽ. കമ്പനിക്കെതിരായി വരുന്ന കേസ്, അവർക്ക് വരുന്ന ഡെബ്റ്റ്സ്, ലാബിലിറ്റീസ് ഒന്നും ഇവരെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഈ കോർപ്പറേറ്റ് വെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സ് ആണ്, അവർക്കൊരു പേടില്ല, കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലും എനിക്കത് ബാധിക്കില്ല എന്നുള്ളൊരു പ്രൊട്ടക്ഷനാണ് അവിടെ നൽകുന്നത്. അത് നമുക്ക് എന്ത് പറയാം, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയും. അപ്പോൾ എന്താണ്, കോർപ്പറേറ്റ് വെയിൽ എന്നൊരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു കേർട്ടൺ ആണ്, മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് കോർപ്പറേറ്റ് വെയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ലിഫ്റ്റ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ആണ്. ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് അപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്താണ് ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പ്രൊട്ടക്ഷൻ ആകുന്നു. ആ ലിഫ്റ്റ് അപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ കോർപ്പറേറ്റ് വെയിൽ എടുത്തു കളഞ്ഞു, ലിഫ്റ്റ് അപ്പ് ചെയ്ത് എടുത്തു കളഞ്ഞു എന്ന രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ എന്തായി, അവരുടെ ഇടയിൽ നിന്ന് കേർട്ടൺ ആണ് മാറിപ്പോയത്. അപ്പോൾ എന്തായിരിക്കും, കമ്പനിക്കും അവിടുത്തെ മെമ്പേഴ്സ് ഒന്നായി. അപ്പോൾ ഇവർക്ക് വരുന്ന അല്ലെങ്കിൽ ഇവർ ചെയ്ത മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ മിസ്യൂസിനോ ഒക്കെ ആയിരിക്കും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ കമ്പനിയും നമ്മൾ മെമ്പേഴ്സിനെ ഒന്നായി കാണുന്നതാണ് ലിഫ്റ്റിംഗ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ പറയുന്നത്. ആ മെമ്പേഴ്സ് അവരുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജ്, അവർക്ക് നല്ലൊരു പ്രിവിലേജ് ആണല്ലോ, ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിവിലേജ് ആണ് എന്ത്, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഈ കോർപ്പറേറ്റ് വെയിൽ അവർ മിസ്യൂസ് ചെയ്തത് കോർട്ട് അറിഞ്ഞാൽ ഈ ഷെൽട്ടർ, ഈ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്നുള്ള അവർ ആ ഷെൽട്ടറിന്റെ പിന്നിലാണ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി നിൽക്കുന്നത്. ആ ഷെൽട്ടർ എടുത്ത് കളയുന്നതിനാണ് ലിഫ്റ്റ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അധികം കോർട്ടസ് ആണ് ഈ കോർപ്പറേറ്റ് ഷീൽഡ് എടുത്ത് കളയുക. അതിനെ ലിഫ്റ്റ് ഓഫ് ഓർ പേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയും. ലിഫ്റ്റ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിലും അല്ലെങ്കിൽ പേഴ്സിംഗ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്നാണ് പറയുക. അപ്പോൾ കോർപ്പറേറ്റ് വെയിലിൻ്റെ ഒരു ഷീൽഡായിരുന്നു, ആ ഷീൽഡ് എടുത്ത് കളഞ്ഞു. ഇവർ ചെയ്യുന്ന മിസ്യൂസ് അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ കോടതി ഉത്തരവിടും, ഈ കോർപ്പറേറ്റ് വെയിൽ എടുത്ത് കളയുന്നു, കമ്പനിയും അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒന്നാണെന്ന് പറയുന്നതാണ് ലിഫ്റ്റിംഗ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കേസിലാണ് ഈ കോടതികൾ ഇങ്ങനെ ഉത്തരവിടാറെന്ന് നോക്കണം. കേസസ് വേർ കോർട്ട് ഹാസ് ഓർഡേഡ് ലിഫ്റ്റിംഗ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. കമ്പനി കമ്മിറ്റ്സ് ഫ്രോഡ്, അവർ ഫ്രോഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, അതേപോലെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ മിസ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, അതേപോലെ കമ്പനിയുടെ ബിഹൈൻഡിൽ വല്ല ഹിഡനോ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ കോടതി എന്ത് ചെയ്യും, ഈ കോർപ്പറേറ്റ് വെയിൽ എടുത്തു കളയും. അപ്പോൾ എന്തൊക്കെയാണ്, ഫ്രോഡ് ആക്ടിവിറ്റി, മിസ്യൂസ് ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റി, കമ്പനിയുടെ നെയിം വെച്ചിട്ട് ബിഹൈൻഡിൽ വല്ല ഇല്ലീഗൽ ആക്ടിവിറ്റീസോ വെപ്പൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെടുക്കും, ഈ ലിഫ്റ്റിംഗ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ ഇത്രയൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയേ, കമ്പനി എന്താണെന്ന് നോക്കിയില്ലേ. കമ്പനി എന്താണെന്ന് അറിയാൻ നമുക്ക് ആ ഫീച്ചേഴ്സ് തന്നെ പഠിച്ചാൽ ധാരാളമായിരുന്നു. ഇസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ള, ലിമിറ്റഡ് ലാബിലിറ്റി ആൻഡ് പെർപ്പച്വൽ സക്സഷൻ, കോമൺ സീലുള്ള ഒരു എൻറ്റിറ്റിയാണ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് കമ്പനി ആയിരുന്നു, ബേസ്ഡ് ഓൺ ആക്ടിലും പറഞ്ഞു ആൻഡ് ബേസ്ഡ് ഓൺ സൈസിലും പറഞ്ഞു. ബേസ്ഡ് ഓൺ ആക്ടിൽ ഏതൊക്കെ വന്നത്, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, OPC, LLC. OPC എന്തായിരുന്നു, 1 person കമ്പനി, LLC ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനി. പിന്നെ നമ്മൾ ബേസ്ഡ് ഓൺ സൈസിൽ പറഞ്ഞത് MSMEs ആയിരുന്നു, മൈക്രോ, സ്മാൾ, മീഡിയം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു കോർപ്പറേറ്റ് വെയിലാണ്. കോർപ്പറേറ്റ് വെയിൽ നല്ല ശ്രദ്ധിക്കുക. കോർപ്പറേറ്റ് വെയിൽ എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും കമ്പനീൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഷീൽഡാണ് കോർപ്പറേറ്റ് വെയിൽ അറിയുന്നത്. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കമ്പനിക്ക് വരുന്ന ഡെബ്റ്റ് അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഒന്നും ഇവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ വന്നിട്ടുള്ളത്. അവർ ഈ പ്രിവിലേജ് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോർപ്പറേറ്റ് വെയിൽ എടുത്ത് കളയുന്നത്. അതിന് നമ്മൾ എന്ത് പറയും, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. താങ്ക് യു.